സോളിഡാരിറ്റി യൗവനത്തെ സേവനമായും സമരമായും സാമൂഹ്യ സൗഹാർദ്ദമായും പുനരാവിഷ്കരിക്കുന്നു. സോളിഡാരിറ്റി തിന്മയോട് ഒത്തുതീർപ്പില്ലാതെ പൊരുതുന്നു. ഇത് ഫാഷിസത്തിനെതിരായ ജനകീയ മുന്നേറ്റമാണ്. തീവ്രവാദത്തിനെതിരെയുള്ള മതത്തിന്റെ ഉറച്ച ശബ്ദമാണ്. സൗഹൃദ കേരളത്തിന് യുവജനാഹ്വാനമാണ്. സോളിഡാരിറ്റി സോളിഡാരിറ്റി കാലം കനിഞ്ഞരുളിയ ഇത്തിരിവട്ടത്തിൽ കർമ്മപഥങ്ങളിൽ വർണ്ണോജ്വലമായ സേവനവും സമരവും കാഴ്ചവെച്ച് വിജയത്തിന്റെ വീരേതിഹാസങ്ങൾ രചിച്ചുകൊണ്ടിരിക്കുന്ന യൗവനക്കൂട്ടം. സോളിഡാരിറ്റി സോളിഡാരിറ്റി കമ്പോളവൽക്കരിക്കപ്പെട്ടും വർഗീയവൽക്കരിക്കപ്പെട്ടും അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടും കൊണ്ടിരിക്കുന്ന കേരളീയ യൗവനത്തിനു മുമ്പിൽ വിപ്ലവത്തിന്റെ പരിവർത്തനോന്മുഖതയെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയ ഒരു കൂട്ടം യുവമനസ്സുകളുടെ ചങ്കുറപ്പിന്റെ ധീരതയെ അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സോളിഡാരിറ്റി. സോളിഡാരിറ്റി ജില്ലാ സമ്മേളനം അല്പനിമിഷങ്ങൾക്കകം ആരംഭിക്കുന്നു. അതിരുവൽക്കരിക്കപ്പെട്ടവരായ ജീവിതങ്ങൾക്ക് താങ്ങും തണലുമായി അതിജീവന പോരാട്ടങ്ങളിൽ ഒപ്പം നിന്നുകൊണ്ടും അധാർമികതയുടെയും അനീതിയുടെയും വരേണ്യമുഖങ്ങൾക്കു നേരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിരോധത്തിന്റെ പ്രതിഷേധത്തിന്റെ അഗ്നിസ്ഫുലിംഗങ്ങളാകുകയും ചെയ്തുകൊണ്ട് സമര സേവന വഴികളിൽ കേരളീയ ജീവിത പരിസരത്തിൽ സജീവതയോടെ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ധാർമ്മിക വിപ്ലവ പ്രസ്ഥാനമായ സോളിഡാരിറ്റി ജില്ലാ സമ്മേളനത്തിന് തുടക്കമാകുന്നു. വൈവിധ്യവും ശ്രദ്ധേയവുമായ സേവന പോരാട്ടങ്ങൾക്ക് ധീരമായ നേതൃത്വം നൽകിക്കൊണ്ട് സോളിഡാരിറ്റി കോഴിക്കോട് ജില്ലാ ഘടകത്തെ ജില്ലയിലെ അനിഷേധ്യ ശക്തിയാക്കി മാറ്റിയ ജില്ലാ സെക്രട്ടറി ജനാബ് KV അബ്ദുൾ റസാഖ് പാലേരി സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സ്വാഗത ഭാഷണം നിർവഹിക്കുന്നു. ആദരപൂർവ്വം അദ്ദേഹത്തെ ഭാഷണത്തിനായി ക്ഷണിക്കുന്നു. ജനാബ് KV അബ്ദുൾ റസാഖ് പാലേരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേദിയിലിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഈ അറബിക്കടലിന്റെ ഓരത്ത് ഈ സായം സന്ധ്യയെ ധന്യമാക്കിക്കൊണ്ട് ഒത്തുചേർന്നിരിക്കുന്ന ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ നിങ്ങൾക്കേവർക്കും ആദ്യമായി നേരുകയാണ്. യൗവനത്തിന്റെ കർമ്മശേഷിയെ പോരാട്ടത്തിലൂടെയും സേവനത്തിലൂടെയും ജനനന്മയ്ക്കു വേണ്ടി ഉപയോഗപ്പെടുത്തി കഴിഞ്ഞ 5.5 വർഷമായി പ്രയാണം തുടരുന്ന
വിപ്ലവ യുവജന പ്രസ്ഥാനമാണ് സോളിഡാരിറ്റി. സോളിഡാരിറ്റിയുടെ ഈ പ്രഥമ ജില്ലാ സമ്മേളനത്തിലാണ് നാം ഒത്തുചേർന്നിരിക്കുന്നത്. മുതലാളിത്ത അധിനിവേശം മനുഷ്യ ജീവിതത്തിന്റെ സകല തലങ്ങളെയും പിടികൂടിക്കൊണ്ടിരിക്കുമ്പോൾ നട്ടെല്ലു വളക്കാതെ നിവർന്നു നിന്ന് വർഗീയ ഫാഷിസവും തീവ്രവാദവും നാടിന്റെ സൗഹൃദം തകർത്ത് ജനജീവിതം ഭീതിയിലാക്കുമ്പോൾ സൗഹൃദത്തിന്റെ കാഹളം മുഴക്കി സോളിഡാരിറ്റി അതിന്റെ പ്രയാണം തുടരുകയാണ്. യൗവനത്തിന്റെ സമരബോധം പണയം വെച്ച് അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട് യുവാക്കൾ ഉൾവലിയുമ്പോൾ പോരാട്ടത്തിന്റെ കനൽ പദങ്ങളിലേക്ക് യുവത്വത്തെ ആനയിക്കുന്നതിനുള്ള ശ്രമങ്ങളായിരുന്നു സോളിഡാരിറ്റി ഈ സമ്മേളനത്തിലൂടെ നിർവഹിച്ചത്. യൗവനം പോരാടാനുള്ളതാണ് എന്ന മുദ്രാവാക്യം യുവത്വത്തിന്റെ കരുത്ത് ജനനന്മക്കായി വിനിയോഗിക്കാനുള്ള ആഹ്വാനമായിരുന്നു. രാജ്യത്തെ അസ്ഥിരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഛിദ്ര ശക്തികൾക്കെതിരെ, നാടിനെ അടിമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അധിനിവേശത്തിനെതിരെ, കുഴതെറ്റിയ വികസനത്തിനെതിരായ എതിരെയും പോരാട്ട പാതയിൽ യുവ സമൂഹത്തെ ശക്തമായി സജ്ജീകരിക്കുകയായിരുന്നു ഈ സമ്മേളന പ്രവർത്തനങ്ങളിലൂടെ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ചെയ്തത്. കഴിഞ്ഞ 5.5 വർഷം കേരളത്തിലെ ജനകീയ പോരാട്ടങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അടിസ്ഥാന ജനവിഭാഗങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സങ്കീർണമായ പ്രതിസന്ധികളെ നെഞ്ചേറ്റുവാങ്ങിക്കൊണ്ട് അവർക്കിടയിൽ നിന്ന് അതിനുവേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ട ഭൂമിയിലായിരുന്നു സോളിഡാരിറ്റി. പുതിയ സാമ്രാജ്യത്വത്തിന്റെ തന്ത്രങ്ങൾ, ലോക മുതലാളിത്തത്തിന്റെ സംസ്കാരങ്ങൾ മനുഷ്യരെ ഒന്നാകെ കീഴടക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചെറുത്തു നിൽക്കാൻ കെൽപ്പുള്ള ഒരു യുവത്വത്തെ തിരിച്ചുപിടിക്കുകയായിരുന്നു സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ചെയ്തത്. അതായത് നട്ടെല്ല് വളച്ച് പോരാട്ടത്തിന്റെ കരുത്ത് നഷ്ടപ്പെട്ട് യുവസമൂഹം പിന്മാറിക്കൊണ്ടിരിക്കുമ്പോൾ, യുവാവേ, നിന്റെ കർമ്മശേഷി ജനനന്മയ്ക്കു വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കണം. രാജ്യത്തെ പിടികൂടിക്കൊണ്ടിരിക്കുന്ന അധിനിവേശ ശക്തികളുടെ പിടിയിൽ നിന്ന് രാജ്യത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് സോളിഡാരിറ്റി ആഹ്വാനം ചെയ്യുകയായിരുന്നു. ഈ സമ്മേളന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് കഴിഞ്ഞ ജൂൺ 1-ാം തീയതി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നിരാലംബരായ രോഗികൾക്ക് ആശ്വാസമാകുന്ന പ്രഭാത ഭക്ഷണ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു. അതിലൂടെ കേരളത്തിൽ പോരാട്ടത്തെ സേവനമാക്കി അവതരിപ്പിച്ച യുവസംഘത്തിന്റെ കരുത്ത് ആ ഒരു പ്രവർത്തനത്തിലൂടെ വീണ്ടും ജില്ലാ സമ്മേളനത്തിലൂടെ നാം പ്രഖ്യാപിക്കുകയായിരുന്നു. തുടർന്ന് കോഴിക്കോട് ജില്ലയിലെ വൈവിധ്യമാർന്ന സേവന പോരാട്ട സംഗമങ്ങൾക്ക് സോളിഡാരിറ്റിയുടെ സമ്മേളനത്തിലൂടെ വേദി കുറിക്കപ്പെട്ടു. തീരദേശത്ത് പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ കുടിലുകൾ കെട്ടിമേഞ്ഞു കൊടുത്തുകൊണ്ട് അവർക്ക് ആശ്വാസവാക്കുമായി സമ്മേളന പ്രവർത്തനത്തിന്റെ ഭാഗമായി തീരദേശത്തൂടെ സോളിഡാരിറ്റി പ്രവർത്തകർ പ്രയാണം ചെയ്തു. മലയോരത്ത് കണ്ണീര് കുടിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ആദിവാസികളും ദളിതരുമായ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഈ സമ്മേളന പ്രവർത്തനങ്ങളുടെ ധന്യത ഈ യുവസംഘം കണ്ടെത്തുകയായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിലുടനീളം കിടപ്പാടത്തിന് വേണ്ടിയും കൃഷിയിടത്തിന് വേണ്ടിയും സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന, ഭൂമിയില്ലാത്ത പാവപ്പെട്ട മനുഷ്യരുടെ പ്രതീക്ഷയായി വിവിധ മേഖലകളിൽ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പോരാളികളെ ഒന്നിച്ചിരുത്തിക്കൊണ്ട് ഭൂസമര സമ്മേളനത്തിന് ഈ സമ്മേളനത്തിന്റെ ഭാഗമായി സോളിഡാരിറ്റി വേദിയൊരുക്കുകയുണ്ടായി. ഭൂപരിഷ്കരണത്തിന്റെ സകല പെരുമയും പെരുമ്പറയടിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഒരു 2ാം ഭൂപരിഷ്കരണത്തിന് ആഹ്വാനം ചെയ്തുകൊണ്ടായിരുന്നു ആ ഭൂസമര സമ്മേളനം സമാപനം കുറിക്കപ്പെട്ടത്. അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന്റെ 60 ആണ്ട് പിന്നിട്ടിട്ടും വികസനത്തിന്റെ കാര്യത്തിൽ ഏറെ പിന്നോക്കം നിൽക്കുന്ന മലബാർ
വികസന വിവേചനത്തെ സോളിഡാരിറ്റി സമ്മേളന പ്രവർത്തനത്തിന്റെ ഭാഗമായി പഠനവിധേയമാക്കുകയുണ്ടായി. വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, അടിസ്ഥാന സൗകര്യങ്ങളുടെ വിഷയത്തിലൊക്കെ തിരുവിതാംകൂറിനെയും തിരുകൊച്ചിയെയും താരതമ്യപ്പെടുത്തുമ്പോൾ ജനസംഖ്യ ആനുപാതികമായ പോലും വികസിച്ചിട്ടില്ലാത്ത ഈ പ്രദേശത്തിന്റെ നൊമ്പരങ്ങളെ കണ്ടെത്തുവാൻ സോളിഡാരിറ്റി ശ്രമിക്കുകയുണ്ടായി. പഠനങ്ങളിലൂടെയും അന്വേഷണങ്ങളിലൂടെയും തിരിച്ചറിഞ്ഞ വിഷയങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് സമരപ്രഖ്യാപനം ഈ വിഷയത്തിൽ സോളിഡാരിറ്റി സംഘടിപ്പിക്കുകയുണ്ടായി. അതേപോലെ തന്നെ കൃഷി അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കാലം. ഇന്ത്യ നമുക്കറിയാവുന്നതുപോലെ ഒരു കാർഷിക പ്രധാനമായ രാജ്യമാണ്. കൃഷിയും കൃഷിഭൂമിയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടിൽ സുസ്ഥിര വികസനത്തിന് മണ്ണിൽ പണിയെടുക്കുവാന്ന ആഹ്വാനമുയർത്തിക്കൊണ്ട് കർഷക സമ്മേളനം ഈ സമ്മേളനത്തിന്റെ ഭാഗമായി സോളിഡാരിറ്റി സംഘടിപ്പിക്കുകയുണ്ടായി. അങ്ങ് ചെങ്ങറയിൽ കിടപ്പാടത്തിനും കൃഷിയിടത്തിനും വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ചെങ്ങറയിലെ സമര പോരാളികളെ ഈ സമ്മേളന കാലയളവിൽ ഹൃദയപൂർവ്വം ഓർമ്മിക്കുവാൻ സോളിഡാരിറ്റി അവസരം കണ്ടെത്തുകയുണ്ടായി. ചെങ്ങറയിലെ പോരാളികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചെങ്ങറ ഐക്യദാർഢ്യ സമ്മേളനം ഈ സമ്മേളന പ്രവർത്തനത്തിന്റെ ഭാഗമായി നമുക്ക് സംഘടിപ്പിക്കുവാൻ സാധിച്ചു. ചുരുക്കത്തിൽ കഴിഞ്ഞ 6 മാസമായി കോഴിക്കോട് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചിട്ടയാർന്ന സേവന പ്രവർത്തനങ്ങളുടെയും സമര പോരാട്ടങ്ങളുടെയും